ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കാൻ കയറിയെന്ന് പറഞ്ഞില്ലേ, കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അടുത്ത ബീച്ച് വെച്ചാൽ കോള ബീച്ചാണ് കേട്ടോ. ഈ കോള ബീച്ചിന് വേറൊരു പേജും ഉണ്ട്, പിപ്പിൾസ് ബീച്ച് എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ഏതുകൊണ്ട് നല്ല ദൂരം ഉണ്ടായിരുന്നേ. ഞങ്ങൾ പലോലം ബീച്ചിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നു, പാർക്ക് ചെയ്തു. കാര്യം നമ്മുടെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാര്യം റോഡ് മോശമായതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ വണ്ടിയെ ഇപ്പോഴത്തെ വണ്ടി കയറി കഴിഞ്ഞാൽ പെർ ഹെഡിന് 100 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2 കിലോമീറ്ററോളം ഉണ്ട്. അത്രയും റോഡും അഴുക്ക റോഡാണ്. അതുകൊണ്ട് അവർ നമ്മളെ കൊണ്ടാക്കിത്തരും. നമുക്ക് നമ്മുടെ വണ്ടിയിലും വരാം, പക്ഷെ റിസ്ക്കാണ്. പിന്നെ ബുള്ളറ്റ് ഓഫ് റോഡ് ബൈക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വരാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ ഫസിനോയും അങ്ങനെയൊക്കെ എടുക്കുന്നവർക്കൊക്കെ വരാൻ പാടാണ്. പിന്നെ നമ്മൾ റിസ്ക് കൊടുത്തില്ല. കാര്യമാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വണ്ടിയല്ലല്ലോ, നമ്മൾ റെൻറ്റിനെടുത്തതാണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റേതായ രീതിയിൽ തിരിച്ചേൽപ്പിക്കുകയും വേണ്ടേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 100 റുപ്പീസൊക്കെ കൊടുത്ത് 2 പേരുണ്ടായിരുന്നു. മോന് കാശ് എടുത്തില്ല, ഞങ്ങൾക്ക് മൊത്തം 100 റുപ്പീസിന് ഞങ്ങൾ കയറി. ഞങ്ങളങ്ങനെ സ്ഥലത്തേക്ക് എത്തി. ഇത് ഏതാണ്ട് ഒരു മലയുടെ മുകളിലാണ്. ഇവിടുന്ന് താഴോട്ട് പോയാലാണ് കോള ബീച്ച് എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. സാധാരണ എനിക്ക് ആഴിമല നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ബോധം. കാര്യം ആഴിമല നമ്മൾ തൊഴുതിട്ട് ഇതേപോലെ ഇറങ്ങാൻ പറ്റുമല്ലോ, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പക്ഷേ ആഴിമലയൊന്നും ഒന്നുമല്ല, ഇവിടെയാണ്. എൻ്റെ പിന്നെ ഒരുപാടുണ്ട് കേട്ടോ ഇറങ്ങാൻ. ശരിക്കും നല്ല തിരക്കും ഉണ്ടായിരുന്നു, നല്ല ക്രൗഡഡായ ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ കോള ബീച്ച്. ഗോവയിൽ വന്ന സൗത്തിൽ പലോളം ബീച്ച് കഴിഞ്ഞാൽ അടുത്ത ഫേമസ് ബീച്ചാണ് കേട്ടോ ഈ കോള ബീച്ച്. ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്നത് കയാക്കിങ് ചെയ്യാനാണ്. ഞങ്ങളും വന്നത് കയാക്കിങ് ചെയ്യാനാണ്. ഈ കോള ബീച്ചിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കോള ലേക്കുള്ള. അവിടെ തന്നെ കയാക്കിങ് ചെയ്യുന്നത്. അധികം ആഴമൊന്നുമില്ല കേട്ടോ അവിടെ, അതുകൊണ്ട് തന്നെ നമ്മൾ സേഫാണ് അവിടെ. ഇത് കണ്ടത് ഷാക്കാണ്. ഷാക്ക് എന്ന് പറയുന്നത് ഈ സീസൺ ടൈമിൽ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇതേപോലത്തെ ഷോപ്സ് കാണും, അതിനാണ് ഷാക്ക് എന്ന് പറയുന്നത്. നല്ല റേറ്റാണ് ഫുഡിനും ഡ്രിങ്ക്സിനൊക്കെ നല്ല റേറ്റാണ്. അങ്ങനെ ഞങ്ങളുടെ കോള ബീച്ചിലെത്തി. ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങണം. അതൊരു എന്താ പറയുക, മറ്റേ തടിപ്പോലത്തെ പടിയാണ്, അതൊക്കെ ഇളകി കിടപ്പുണ്ടായിരുന്നു. കാര്യം സീസൺ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഇനി അവർ നല്ല അടിപൊളിയൊക്കെ ആക്കുമായിരിക്കും. ഇതാണ് കേട്ടോ ബീച്ച്, നല്ല സൈലൻറ്റ് ബീച്ചാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്നിട്ട് ഞങ്ങൾ നേരെ കയാക്കിങ്ങിന് പോവുകയാണ്. കയാക്കിന് പെർ ഹെഡിന് 400 രൂപ വെച്ചിട്ട് ഞങ്ങൾ 2 പേരെ കാശ് മേടിച്ചുള്ളൂ, മോൻ്റെ കാശ് മേടിച്ചില്ല. മോനെയും കൂടി ഇരുത്തിയായിരുന്നു. എൻ്റെ പൊന്നെ, ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കയാക്കിങ് ചെയ്യണത്. ഒരുപാട് വന്നു എൻ്റെ അവനെ. നടുവേദനയും കാലുവേദനയും എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. 45 മിനിറ്റോളം ഉണ്ട് കേട്ടോ നമുക്ക് കയാക്കിങ്. അതിനുശേഷം നേരെ ഞങ്ങൾ കോള ബീച്ചിലോട്ട് വന്നിട്ടോ. ബീച്ചിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ക്യൂട്ട് കുറേ കല്ലുകൾ കിട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ ബീച്ചിന് പിപ്പിൾസ് ബീച്ച് എന്ന് പറയുന്നത്. കാര്യം അത്രമാത്രം കല്ലുകളുണ്ട്, നല്ല ക്യൂട്ട് കല്ലുകൾ. നമ്മൾ അക്വേറിയത്തിലേക്ക് ഇടാൻ പറ്റുന്ന നല്ല ക്യൂട്ട് കല്ലുകളായിരുന്നു കേട്ടോ. എല്ലാം ഞങ്ങൾ കുറേയൊക്കെ പെറുക്കിയെടുത്ത് ഞങ്ങൾ അവിടെ തന്നെ ഇട്ടു, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ. സൗത്ത് ഗോവയിൽ വരുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട വേറൊരു പ്ലേസാണ് ഈ പെബിൾസ് ബീച്ച് അല്ലെങ്കിൽ കോള ബീച്ച്. അതിനുശേഷം നല്ലൊരു മഴ അവിടെ ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഓടി ഷാക്കിനകത്തോട്ട് കയറി. കാര്യം മഴ നനയാതിരിക്കാൻ വേറെ സ്ഥലമൊന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ ജ്യൂസ് പറഞ്ഞു. ജ്യൂസിന് നല്ല ഇച്ചിരി റേറ്റാണ്, 200 ആയി ഒരു ജ്യൂസിന്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. കാര്യം മഴ തോരാതെ ഞങ്ങൾക്ക് മുകളിലോട്ട് കയറാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തേക്കും വീട്. ബൈ.